ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഒരു ഏകാന്ത സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലാണ് ടോം എന്ന 5 വയസ്സുകാരൻ ജീവിച്ചിരുന്നത്. അവൻ്റെ മാതാപിതാക്കളുടെ ഏക പുത്രനായിരുന്നു അവൻ. കൂടെ കളിക്കുവാൻ അവന് കൂട്ടുകാർ ആരുമില്ലായിരുന്നു. പക്ഷേ അവൻ സന്തോഷവാനായിരുന്നു. ഒരിക്കൽ അവൻ്റെ അങ്കിൾ ആ വീട്ടിൽ വന്നു. എല്ലാവരും കൂടെ ഊണ് കഴിഞ്ഞ ശേഷം ടോമിൻ്റെ മാതാവ് അടുക്കളയിലെ ജോലിക്കും പിതാവ് പുറത്തെ ജോലിക്കുമായി പോയി. ടോമും അങ്കിളും കൂടെ കുറച്ച് സമയം കളിച്ചു. അതിനുശേഷം അങ്കിൾ പറഞ്ഞു, ടോം, ഞാൻ പോവുകയാണ്. ടോം ബൈ ബൈ പറഞ്ഞു. താൻ പോകുന്നതിൽ ടോമിന് സങ്കടമില്ല എന്ന് കണ്ട് അങ്കിൾ ചോദിച്ചു, ഞാൻ പോയാൽ നിൻ്റെ കൂടെ കളിക്കുവാൻ ആരുണ്ട്? ടോം പറഞ്ഞു, ദൈവമുണ്ട്. അത് ആ അങ്കിളിന് ആശ്ചര്യമായി. അങ്കിൾ ചോദിച്ചു, ദൈവം എങ്ങനെയാണ് നിൻ്റെ കൂടെ കളിക്കുക? അവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അവനൊരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അത് താഴെ വന്നപ്പോൾ ടോം പറഞ്ഞു, കണ്ടോ, ഞാൻ മുകളിലേക്ക് എറിഞ്ഞ ബോൾ ദൈവം താഴേക്ക് എറിഞ്ഞു തന്നു. വീണ്ടും അവൻ എറിഞ്ഞപ്പോൾ താഴേക്ക് വന്നു. അങ്കിൾ ചോദിച്ചു, ആരാണ് ഈ കളി പഠിപ്പിച്ചത്? അവൻ പറഞ്ഞു, എൻ്റെ പപ്പയും മമ്മിയും. ടോം ദൈവത്തോടു കൂടെ കളിക്കുന്നത് കണ്ട് അങ്കിൾ ആനന്ദത്തോടെ മടങ്ങിപ്പോയി. ആരും കളിക്കുവാൻ കൂട്ടില്ലാത്തവർക്ക് കൂടെ കളിക്കുവാൻ ദൈവമുണ്ട്. ആ 5 വയസ്സുള്ള കുട്ടിക്ക് തൻ്റെ കൂടെ കളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി അറിയുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ്റെ എല്ലാ കളികളും ദൈവത്തോട് കൂടെയായിരുന്നു. ആ മാതാപിതാക്കൾ പഠിപ്പിച്ച പാഠം ആ മകൻ ഒരിക്കലും മറക്കുവാനിടയില്ല. എത്ര വലിയ പാഠം! ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കൂട്ടുകാരില്ലെങ്കിലും മറ്റ് പ്രിയപ്പെട്ടവരില്ലെങ്കിലും അഥവാ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചാലും ഒരിക്കലും കൈവിടാതെ എപ്പോഴും കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരും സന്തുഷ്ടരുമായിരിക്കും. ഇന്ന് അനേകരുടെയും പ്രശ്നം ദൈവത്തെ അവർ അറിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമില്ല എന്ന് പലരും പറയുവാൻ കാരണം. ബോൾ താഴേക്ക് വന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കാരണമാണെന്ന് നമുക്കറിയാമായിരിക്കും. എന്നാൽ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവർക്ക് അതിൻ്റെ പിമ്പിലും ദൈവത്തെ കാണുവാൻ കഴിയും. കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. അതിനായി നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കഷ്ടത്തിലും നഷ്ടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം കർത്താവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.